ഹലോ വേദ. ഇവിടെ വന്നപ്പോൾ തൊട്ട് കേൾക്കണതാ തന്നെ-കുറിച്ച്. അപ്പോഴൊന്ന് പരിചയപ്പെടാൻ വന്നതാ. ഞാൻ മീര. അറിയാം, മാളു വെച്ച് പറഞ്ഞിരുന്നു. ഓഹോ, അപ്പോൾ എല്ലാം വിശദീകരിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ല മാളു, നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയിരിക്കണേ? നീ ആയതുകൊണ്ട് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ആ, അത് പേടിക്കണ്ട. മീരേച്ചിയെ പറ്റി ഞാൻ ലച്ചുവിനോട് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹിഡുംബിയുടെ മറ്റൊരു വേർഷൻ ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡി മാളു, അമ്മായിക്കൊരു നിമിഷം പോലും തന്നെ പറ്റി പറയാണ്ടിരിക്കില്ല. എല്ലാവർക്കും ഇവിടെ പറയാൻ തന്നെ പറ്റിയാണല്ലോ. ആ കാര്യത്തിൽ അത്ര സന്തോഷം തോന്നണില്ല. ലച്ചുമോള് വന്നത് പിന്നെ ഞാൻ ഔട്ടാ. നിനക്കൊട്ടും കുശുമ്പില്ലാട്ടോ മാളു. വേദ നന്നായി പാടുന്നു കേട്ടല്ലോ, സത്യാണോ? ഏയ്, അങ്ങനൊന്നുമില്ല, വെറുതെ മൂളിപ്പാട്ട് പാടും. എങ്കിൽ അങ്ങനല്ല ഞാൻ അറിഞ്ഞിരിക്കണേ. വെറും മൂളിപ്പാട്ടല്ല, നന്നായി പാടും. ഏയ്, ലച്ചുമോള് പാടുമെന്നോ? എന്നിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ലച്ചു, ഇന്ന് വന്ന മീരേച്ചിക്ക് വരെ അറിയാലോ നിന്റെ കാര്യം, എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഏത് ശരിയല്ല കേട്ടോ. അങ്ങനെയല്ല മാളേച്ചി, ഞാൻ അധികം ഒന്നും പാടാറില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പാടണതാ. എങ്കിലും ഇത് ചതിയാട്ടോ ലച്ചു. എപ്പോഴും കൂടെ ഉണ്ടാവണം ഞാൻ പോലും എന്താ അറിയണത് ഇപ്പോഴല്ലേ. അതിൽ എനിക്ക് എന്നോട് പിണക്കാട്ടോ. അല്ല മീരേച്ചി, ഈ കാര്യം മീരേച്ചി എങ്ങനെ അറിഞ്ഞു? അത് അഗ്നി പറഞ്ഞതാ. ഏ, കണ്ണനോ? കണ്ണൻ എങ്ങനെ അറിയാം? ആവോ, എനിക്കറിയില്ല. വേദയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ പറഞ്ഞതാ ഇയാള് നന്നായി പാടുമെന്ന്. കാണുക മാത്രമല്ല, ഒരു പാട്ടും കൂടി കേൾക്കാൻ വന്നതാ ഞാൻ. ആഹാ, അത് കൊള്ളാം. എങ്കിൽ ലച്ചു, ഇതെന്റെ പ്രതികാരമായിട്ട് എടുത്തോളൂ. എനിക്കും കേൾക്കണം പാട്ട്. അതുകൊണ്ട് എന്റെ ലച്ചുമോള് പാടാൻ തുടങ്ങിക്കോ. വേണ്ട മാളുവച്ചി, ഒട്ടും ശരിയാവില്ല. വെറുതെ പാടുന്നല്ലാതെ നന്നായി ഒന്നും വരില്ല. അത് സാരില്ല, ഇവിടെ ഇപ്പൊ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നന്നായില്ലെങ്കിലും ഞങ്ങൾ ഒന്നും പറയില്ല. പാടലിച്ചു, കേൾക്കാൻ കൊതിയുണ്ടല്ലേ? ഒന്ന് പാടുമോളെ. പാടാം. കണ്ണ, ആ, എന്താ ഏട്ടാ? അമ്മ വന്ന് വിളിച്ചിട്ട് നീ കേട്ടില്ലേ? ഓ, അമ്മ വന്നിരുന്നോ? വന്നിരുന്നു. നിന്നെ വിളിച്ചപ്പോ ഉറക്കം വന്ന് കരുതി താഴേക്ക് പോയി. ഓ, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. ഏയ്, അതൊന്നും വേണ്ട. അമ്മ കാറിന്റെ കീ വാങ്ങാൻ വന്നതാ. അച്ഛൻ പുറത്തേക്ക് പോവാത്രേ. ഞാനത് എടുത്തു കൊടുത്തു. അല്ല, നീ എന്താ ഇത്ര ആലോചന? ഈ സമയത്ത് കിടപ്പ് പതിവല്ലല്ലോ. ഏയ്, ഞാൻ വെറുതെ. മിസ്റ്റർ അഗ്നി, ആരോടാ കള്ളം പറയുന്നത്?
ധൻ പറയണം, ഉടനെ തന്നെ. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ കാര്യത്തിൽ ഇവിടെയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. അതിപ്പോ വലിയ പ്രശ്നമാണോ? എന്റെയും ആളിന്റെ എൻഗേജ്മെന്റ് കഴിയുമ്പോൾ ഇവിടെ ഉള്ളവരോട് കാര്യം പറയണം. ചില കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയണമെങ്കിൽ മറ്റു പലതിനും ഒരു തീരുമാനം ഉണ്ടാവണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കണ്ണ, നീ എന്താ പറയുന്നേ? മീരയും മാലിനി ആന്റിയും ഒക്കെ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് ഏട്ടൻ അറിയോ? എന്താ? മീരയുടെ എൻ്റെ വിവാഹക്കാര്യം നിശ്ചയിക്കാൻ. കണ്ണ? അതെ ഏട്ടാ, പണ്ട് മുത്തശ്ശൻ കൊടുത്ത വാക്കാ അത്രേ. അത് ഞാൻ പോലും അറിയണത് ഇപ്പോഴാ. അപ്പം മീരയ്ക്കും സമ്മതമാണോ? ഏട്ടന് നന്നായി അറിയില്ലേ ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന്? ഏട്ടന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മീരയ്ക്ക് മറ്റൊരു റിലേഷൻ ഉണ്ട്. അതാരാ? ആദം. ആളൊരു ജേർണലിസ്റ്റാ. അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. എന്താ? അതെ, ഈ കാര്യം മീരയുടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും അറിയില്ല. അവരറിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് ഏട്ടൻ അറിയില്ലേ? രണ്ടുപേരെയും ജീവനോടെ വിടില്ല. മീര ആദമിൻ്റെ ഒപ്പം US പോവുക. അതിനുള്ള കാര്യങ്ങൾ തയ്യാറാവുന്നുണ്ട്. മീര ആദമിൻ്റെ ഒപ്പം പോകുന്നവരെ ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പോ വേദ? വൈകാതെ തന്നെ ഞാൻ എൻ്റെ ഇഷ്ടം അയാളോട് പറയും. ബട്ട് ഈയൊരു സാഹചര്യത്തിൽ എനിക്ക് വേദയെപ്പറ്റി ഇവിടെ ആരോട് സംസാരിക്കാൻ കഴിയില്ല. മീര പോയി കഴിയുമ്പോൾ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് വേണം എനിക്കിവിടെയുള്ളവരോട് കാര്യങ്ങൾ പറയാൻ. പിന്നെ ഏട്ടാ, നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യങ്ങളൊന്നും മൂന്നാമതൊരാൾ അറിയരുത്. മാളു പോലും. ആരും അറിയില്ല. ലച്ചു, മുത്തശ്ശി വിളിക്കണുണ്ട്. ദാ വരുന്നു മാളുവച്ചി. മുത്തശ്ശി. മോളെ. അമ്മാമ്മേ, അമ്മാമ്മ എപ്പോ എത്തി? ഞാൻ ദാ വന്നതേ ഉള്ളൂ. വന്ന പാടെ മോളെയാ തിരക്കിയത്. മോൾക്ക് സുഖല്ലേ ഇവിടെ? അതെ. ഇവിടെ വരും വരെ ഒരു പ്രയാസമായിരുന്നു. മോളെ നേരിട്ട് കണ്ടപ്പോഴാ ഒരു സമാധാനമായത്. മോൾക്ക് ഇവിടെ കുഴപ്പമില്ലാന്നറിഞ്ഞപ്പോ ഒരാശ്വാസം. ഇത്രയും ദൂരം വരേണ്ടിയിരുന്നില്ല. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോളെ കൂട്ടി അവിടേക്ക് വരുവായിരുന്നില്ലേ? അത് സാരമില്ലാന്ന് തോന്നി. ഇതാകുമ്പോ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാലോ. എന്താ അമ്മാമ്മേ? അത് മോൾ അന്ന് പോയതിൽ പിന്നെ നാട്ടുകാരെല്ലാം ഇടപെട്ട് ആ വീടിന്റെയും വസ്തുവിന്റെയും പേരിൽ ഒരു കേസ് കൊടുത്തിരുന്നു. അതിൽ പോലീസ് ഇടപെട്ടതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന് വിളിച്ചിട്ടുണ്ട്. നാളെയാ അവര് പറഞ്ഞിരിക്കുന്ന ദിവസം. മോള് വരണം. സാഹചര്യമെല്ലാം അവർക്ക് അനുകൂലമല്ലേ? മോളൊന്ന് വന്ന് പറഞ്ഞു നോക്കിയാൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ല. ഞാൻ വരാം അമ്മാമ്മേ. ആ വീടെന്താ തിരിച്ചു പിടിക്കാൻ കഴിയാത്തത്? കബളിപ്പിച്ച് സ്വന്തമാക്കിയതല്ലേ. പോലീസെല്ലാം അവരുടെ പക്ഷത്താ. പിന്നെ നാട്ടുകാരെ കാണിക്കാൻ മാത്രം ഒരു ഒത്തുതീർപ്പ്. കായിക ബലം കൊണ്ട് നേരിടാൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല. നിയമപരമായി മുൻപോട്ട് പോവാൻ ഇനി സാധിക്കില്ല. ഓരോ കേസും പണം കൊണ്ട് ജയിക്കും. ഇനി മോളെന്ന് വന്ന് സംസാരിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും വഴി ഉണ്ടാവാതിരിക്കില്ല. മോളല്ലേ ജീവിച്ചിരിക്കുന്ന ഏക അവകാശി. ലച്ചുമോള് വരും. ആ വീടും വസ്തുവും തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഇതെന്റെ വാക്കാ. ഈ വാക്ക് ഞാൻ വിശ്വസിക്കുക. ഒരു കഷ്ടപ്പാട് വന്നപ്പോ ജയനെ ഒന്ന് സഹായിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതെങ്കിലും എന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഭാര്യര് ധൈര്യമായി പൊക്കോളൂ. മോള് നാളെ തന്നെ വരും. ആ വീട് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ആയിക്കോട്ടെ, എങ്കിൽ ഞാൻ ഇറങ്ങാം. ഊണ് കഴിച്ചിട്ട് പോവാം. വളരെ നന്ദി. പക്ഷേ നിർവാഹമില്ല. ഇപ്പൊ ഒരു ബസ്സുണ്ട്. ഇരുട്ട് മുൻപേ നാട്ടിലെത്തണം. മറ്റൊരു ദിവസമാവാം. എങ്കിൽ ഞാൻ പോട്ടെ മോളെ. ശരി അമ്മാമ്മേ.
മോള് ധൈര്യമായിട്ടിരിക്കുക. ആ വീട് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. എന്റെ അനിയന്റെ മണ്ണ് ആരും കൊണ്ടുപോവില്ല. മാളു, കണ്ണനും അനന്തനും എവിടെ? അവര് പുറത്തു പോയതാ അച്ഛാ. വന്നാൽ എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം. ശരി അച്ഛാ. എത്തിയോ ഹരികൃഷ്ണൻസ്? അല്ല, എവിടെയായിരുന്നു രണ്ടാളും? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. കൂടെ ഒന്ന് രണ്ടിടത്ത് കയറാനും ഉണ്ടായിരുന്നു. അതാ ഇത്ര വൈകിയത്. അല്ല, ഇവിടെയുള്ളവരൊക്കെ എവിടെ? സുഭദ്ര അപ്പച്ചിയും മാലിനി ആന്റി ഇവിടെ ഇല്ല. ഇവിടേക്കോ പോയതാ. പിന്നെ മറ്റുള്ളവരൊക്കെ ഇവിടെയുണ്ട്. മാളു, വേദ എവിടെ? ലച്ചുമോള് റൂമിലുണ്ട്. ആളാകെ വിഷമത്തിലാ. അതെന്താ? കുറച്ചു മുന്നേ ഒരാള് വന്നിരുന്നു പാലക്കാട്ടിന്ന്. ചെറിയച്ഛന്റെ വീടും പുരയിടും കേസിന് പോയെന്ന്. അതിന്റെ ഒത്തുതീർപ്പാ നാളെ. അത് മോളെ അറിയിക്കാൻ വന്നതാ. നാളെ അവിടേക്ക് ചെല്ലണം അത്രേ. തിരിച്ചു പിടിക്കാൻ സാധ്യത കുറവാന്നാ അയാള് പറഞ്ഞത്. പക്ഷേ ലച്ചുമോള് സംസാരിച്ച എന്തെങ്കിലും വഴി ഇല്ലാണ്ടിരിക്കില്ല. എന്നിട്ട് ലച്ചുമോൾ എന്തു പറഞ്ഞു? ലച്ചുമോള് നാളെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു സമാധാനം ഇല്ല കുട്ടിക്ക്. ആ, രണ്ടാളെ അച്ഛൻ തിരക്കണുണ്ട്. ഞങ്ങളെങ്കിൽ അമ്മാവനെ കണ്ടിട്ട് വരാം. അല്ല, രണ്ടാളും കഴിക്കണില്ലേ? ഇപ്പൊ വേണ്ട, ഞങ്ങൾ അമ്മാവനെ കണ്ടിട്ട് വരാം. ശരി. അമ്മാവ, നിങ്ങൾ എത്തിയോ? എന്താ അമ്മാവ കാണണമെന്ന് പറഞ്ഞേ? അത് നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും തിരക്കുണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റലിൽ വരെ പോണം. എന്താ അമ്മാവ? അത് പാലക്കാട് വരെ ഒന്ന് പോണം, വേദമോളുടെ ഒപ്പം. ഞാനും ദേവേട്ടനും ഇന്നും നാളെ ഇവിടെ ഉണ്ടാവില്ല. ഇന്ന് വൈകിട്ട് തന്നെ കോയമ്പത്തൂർക്ക് പോകണം. ഇല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. കണ്ണ, മോളുടെ ഒപ്പം നാളെ മോന് പോവാൻ കഴിയുമോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പോവാം അമ്മാവ. എങ്കിൽ ശരി. ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ഒരാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാം. പാലക്കാട് തമിഴ്നാട് ബോർഡറാണ്. വഴിയൊക്കെ മോൾക്കറിയാം. പിന്നെ ഒരു സമാധാനപരമായ ഒത്തുതീർപ്പാവില്ല അവിടെ ഉണ്ടാവുക. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? സൂക്ഷിക്കണം. എന്താവശ്യം വന്നാലും എന്നെയോ ദേവേട്ടനെ വിളിക്കണം. പോണ ഉദ്ദേശം നടന്നിരിക്കണം. പിന്നെ ലച്ചുമോളെ ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ നോക്കിക്കോളാം. എങ്കിൽ രാവിലെ തന്നെ പോവാൻ റെഡി ആയിക്കോളൂ. ശരി അമ്മാവ. അഗ്നി. എന്താ മീര? അതും കേരളത്തിലുണ്ട്. നെക്സ്റ്റ് മന്ത് ഞങ്ങൾ US പോവാം. ഓ, കൺഗ്രാറ്റ്സ് മീര. അപ്പോൾ എൻഗേജ്മെന്റിന് ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ അഗ്നി, പോവണ മുന്നേ അതോർത്ത് ടെൻഷൻ ആവണ്ട. ആണയും മുന്നേ ആളിക്കത്തുന്നൊരു ഡോസ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അഗ്നി. വേണുവേട്ടനും ദേവേട്ടനും ഇവിടെ ഇല്ലാഞ്ഞത് കഷ്ടമായി. ഇല്ലെങ്കിൽ അവരും കൂടിയപ്പോൾ വരുമായിരുന്നു. അതിപ്പോ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടല്ലേ. പിന്നെ കണ്ണനുണ്ടല്ലോ കൂടെ. മോനെല്ലാം നോക്കിക്കോളും. ഒരുപാട് നേരം യാത്ര ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ കണ്ണനോട് പറയണം കേട്ടോ മോള്. പറയാൻ വല്യമ്മേ. ഇനി അതിന്റെ കൂടി കുറവേ ഉള്ളൂ. ഒരവസരം കാത്തു നിൽക്കുമായിരുന്നു അസത്ത്. അത് നന്നായി മുതലെടുക്കുക തന്നെ ചെയ്യും. എന്ത് ചെയ്യാനാ അമ്മേ? മീരമോളെ കൂടി ഒപ്പം കൂട്ടാൻ പറഞ്ഞപ്പോ സമ്മതിച്ചില്ലല്ലോ. ഒക്കെ വേണുവേട്ടൻ കാരണം. അഗ്നി ഈ അസത്തും മാത്രം പോയാ മതിയെന്നല്ലേ അവിടുത്തെ ഓർഡർ. ആ നാശം പോണ പോക്കിൽ അങ്ങ് പോയാ മതിയായിരുന്നു. തിരികെ വരല്ലേ എന്റെ ഭഗവാനെ. മുത്തശ്ശി. ഇറങ്ങാറായില്ലേ? എങ്കിൽ നിങ്ങൾ പോയിട്ട് വാ. സൂക്ഷിച്ച് പോണം കേട്ടോ. ശരി മുത്തശ്ശി. കണ്ണ, ലച്ചുമോളെ ശ്രദ്ധിക്കണം കേട്ടോ. അത് പിന്നെ പറയണോ? ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം അമ്മേ. കണ്ണ. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മേ. വേദ, എങ്കിൽ ഇറങ്ങിയാലോ? പോവാം മുത്തശ്ശി. പോയിട്ട് വാ മോളെ. അമ്മ, മുത്തശ്ശി, അമ്മായി, പോയിട്ട് വരാം. ശരി കണ്ണ.
ഏട്ടത്തി ഇതെന്തു ഭാവിച്ച? അവരെ രണ്ടാളെയും തനിയെ വിടേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും അഗ്നിയുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെ രണ്ടാളും പോയെന്ന് കരുതി ലോകം അവസാനിക്കാൻ പോണില്ലല്ലോ സുഭദ്രെ. അപ്പച്ചിക്ക് എന്ത് പറഞ്ഞാലും തമാശയാ. ഞങ്ങൾ ഉദ്ദേശിച്ചത് വേണ്ട മാലിനി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കാർക്ക് എന്റെ ലച്ചുമോളെ ഇഷ്ടമല്ലാന്ന് കരുതി എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. അനന്തനും കണ്ണനും മാളുവിനെയും പോലെ തന്നെയാ എനിക്ക് ലച്ചുമോളും. ആരും എനിക്ക് വലുതുമല്ല ചെറുതുമല്ല. പിന്നെ സുഭദ്രെ, കണ്ണന്റെ മീരമോളുടെയും വിവാഹത്തിന് ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷെ ഇതുവരെ കണ്ണൻ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. വിവാഹത്തിന് സമ്മതമാണെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ വിവാഹം ഉറപ്പിച്ചെന്ന് പറയും? അത് അഗ്നി പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ. സുഭദ്രേ, കണ്ണൻ പറയട്ടെ മീരമോളെ വിവാഹം ചെയ്യാൻ താല്പര്യമാണെന്ന്. അങ്ങനെ പറയാത്ത പക്ഷം ഒന്നും ഉറപ്പിക്കാറായിട്ടില്ല. കണ്ണന്റെ തീരുമാനം എന്താച്ചാ അതേ നടക്കൂ. കണ്ണനിപ്പം മീരയല്ല മറ്റാരെയാണ് ഇഷ്ടമെങ്കിലും അതും ഞങ്ങൾക്ക് താല്പര്യ. ഇനിയിപ്പോ നാളെ കണ്ണന് വേദമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഞങ്ങൾക്കതും സ്വീകാര്യ. അപ്പൊ മനസ്സിലൊരു ഇതാണല്ലേ? നടക്കില്ലേട്ടത്തി. എന്റെ മോൾ കാശ് കൊടുത്തിട്ട് അവസാനം കാല് മാറിയാലുണ്ടല്ലോ ആരും സന്തോഷമായി ജീവിക്കില്ല. എനിക്കറിയാം ഇനി എന്തു വേണമെന്ന്. വാ മാലിനി. ഇങ്ങനെയും കുറെ ജന്മം. ഹാ, ഈശ്വര നിശ്ചയം നടക്കട്ടെ. വേദ, താനെന്താ ആലോചിക്കുന്നേ? ഒന്നില്ല. താൻ ആകെ അപ്സെറ്റ് ആണല്ലോ. എന്താ കാര്യം? കണ്ണേട്ടാ, എനിക്ക് ആ വീട് തിരികെ വേണം. വേദ, നമ്മൾ പോകുന്നത് തനിക്ക് അവകാശപ്പെട്ടത് മടക്കി വാങ്ങാനാ. എത്ര കബളിപ്പിച്ചാലും അത് തൻ്റേതാ. ആ വീടും സ്ഥലവും തനിക്ക് കിട്ടിയതിന് ശേഷമേ നമ്മൾ തിരികെ തറവാട്ടിലേക്ക് ചെല്ലൂ. എന്റെ ഈശ്വര, എല്ലാം അവസാനിച്ചു. ഡാ, ഈ ഒരൊറ്റ പേപ്പറിന്റെ ബലത്തിലല്ലേ ഈ തോന്നിയാസം എല്ലാം ചെയ്തു കൂട്ടിയത്. ദാ കിടക്കുന്നു എഗ്രിമെന്റ് പേപ്പർ. ഇവിടെ ആരും ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ടുമില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല. ഇനി ഇതിന്റെ മേലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്ന വക്കീലേ, എന്താ സാറേ? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അതെ അതെ സാറേ. എങ്കിൽ വൈകിപ്പിക്കാതെ ആ വീടിന്റെ ആധാരം ഇങ്ങെടുക്ക്. ഇതാ സാറേ. വേദ, അത് വാങ്ങിക്കോളൂ. അപ്പൊ എങ്ങനെയാ, താൻ ഹാപ്പിയല്ലേ? എങ്കിൽ നമുക്ക് പോയാലോ? പോവാൻ കണ്ണേട്ടാ. എന്ത് ധൈര്യമായി ചെക്കന്, കണ്ടില്ലേ ചങ്കൂറ്റം? കൊള്ളാലോ. ഈ ചേട്ടൻ ആരാടി? അറിയില്ല, വേദേച്ചിയുടെ ഒപ്പം വന്നതാ. എന്തായാലും ആള് കൊള്ളാം. ഇപ്പോഴാ മക്കളെ ശരിക്കും സന്തോഷായത്. ആ ദുഷ്ടന്റെ കളിയെല്ലാം ഇതോടെ അവസാനിക്കുമല്ലോ. ഇനി അയാള് പാവങ്ങളെ ഉപദ്രവിക്കില്ല. വേദേച്ചി, അമ്മു,
വേദേച്ചി എവിടെയായിരുന്നു? ഞങ്ങളെ ആരെയും കാണാൻ എന്താ വരാഞ്ഞേ? വേദേച്ചിക്ക് നിങ്ങളെയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ തനിയെ ഇവിടെ വരെ എങ്ങനെയാ വേദേച്ചി വരണേ? അത് സാരില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. വേദേച്ചിക്ക് സുഖമല്ലേ അവിടെ? അതെ. ഇതെന്റെ മകളാ അമ്മു. ഈ വർഷം +2 കഴിഞ്ഞു. അപ്പോ ഇനി എന്താ പ്ലാൻ? വീണ്ടും പഠിക്കണ്ടേ? ഇനിയും പഠിക്കണമെന്നുണ്ട്. പക്ഷേ അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന്. അതെന്താ? അതിപ്പോ മോൾക്ക് ഡോക്ടർ ആവാൻ പഠിക്കാനാ താല്പര്യം. പക്ഷേ അതിനുള്ള പണമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. തൽക്കാലം ഇവിടെയുള്ള ഒരു തുണിക്കടയിൽ ജോലിക്ക് വിടാന്നാ കരുതണേ. മോൾക്ക് ഇനിയും പഠിക്കാൻ ഇഷ്ടമാണോ? അതെ ഏട്ടാ. മോൾ ഇന്ന് തന്നെ പോവാണോ? കുറെ നാൾ കൂടി വരണതല്ലേ, നാളെ പോയാ പോരെ? ഇന്ന് വൈകിട്ട് അമ്പലത്തില് അമ്മുവിന്റെ അരങ്ങേറ്റ, അത് കഴിഞ്ഞു പോയാ പോരെ? അത് ഞാൻ. പ്ലീസ് വേദേച്ചി, നാളെ പോവാം. ഏട്ടാ, നാളെ പോവാം പ്ലീസ്. കണ്ണേട്ടാ. തനിക്ക് നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാ. നമുക്ക് നാളെ പോവാം. കേസുള്ളത് കൊണ്ട് ആരും പിന്നെ ഇവിടേക്ക് വന്നിട്ടില്ല. എല്ലാ ആഴ്ചയിലും ഞാൻ വൃത്തിയാക്കുമായിരുന്നു. മോള് പോയപ്പോ അധികം സാധനമൊന്നും എടുത്തിട്ടില്ലായിരുന്നല്ലോ. മോളുടെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. രണ്ടാളും വരൂ. ആ, മോൻ ഒരുങ്ങിയോ? എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? വേദ കൂടി വരാനുണ്ട്. അയാള് വന്നിട്ട് ഇറങ്ങാം. സമയം ഇത്രയായി. ഇനി വൈകിയ ഇരുട്ടി തുടങ്ങും. അമ്മ ഒരുങ്ങി അമ്പലത്തിലെത്തിയിട്ടുണ്ടാവും. അരങ്ങേറ്റം തുടങ്ങണ മുന്നേ എത്തിയില്ലെങ്കിൽ പിന്നെ അത് മതി മുഖം വീർപ്പിച്ചിരിക്കാൻ. മോളിപ്പോ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. മോൻ ചെന്ന് മോളെ വിളിച്ചിട്ട് വാ. ഞാൻ ഉമ്മറത്തുണ്ടാവും. ശരി. വേദ, വേദ, വേദ. तेरी रे तेरा रे रे नून तेरी
മോളെ ലച്ചു. എന്റെ മുന്നിലിട്ടല്ലേ അവൻ എന്റെ ആളുകളെ തല്ലിയത്. അതിനു പകരം ഞാൻ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ എനിക്കൊരു വിലയില്ല. അത് വേണോ? കണ്ടതല്ലേ അവന്റെ ചങ്കൂറ്റം. പോലീസിനെ പോലും കാശെറിഞ്ഞതിൽ കൈ കടത്താതിരുത്തിയതല്ലേ നമ്മള്. എന്നിട്ട് എവിടുന്നോ വന്നൊരുത്തൻ എല്ലാം കൊണ്ടുപോയില്ലേ. തനിക്ക് പേടിയാടോ വക്കീലെ? വെറും ഒരു പീറച്ചെക്കനെ മാനം കേട്ടതെല്ലാം ഞാനല്ലേ. അതിനുള്ള പകരം ഞാൻ ചോദിച്ചിരിക്കും. പ്രകാശ, നമ്മളുടെ ആളുകളെല്ലാം വിളിക്ക്. അവനും അവളും ജീവനോട് ഈ നാട്ടിൽ നിന്ന് പോവരുത്. തീർക്കണം രണ്ടിനെയും. അത് ഞങ്ങൾ ഏറ്റു. രാമു, ഞങ്ങള് വൈകിട്ടില്ലല്ലോ അല്ലേ? ഒട്ടുമില്ല. കമ്മിറ്റിയിലുള്ളവരെല്ലാം വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മീറ്റിങ്ങിന് വന്നു. വാര്യര് മാത്രമേ ഇല്ലായിരുന്നു. എന്താ വൈകിയേ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാര്യരാവൂ ആദ്യം വരണത്. എന്തു പറ്റി? അതെന്നോട് ചോദിക്കണ്ട രാമു. ദാ ഇവര് രണ്ടാളോ വൈകിയത്. ആഹാ, വേദമോളെ, സുഖല്ലേ കുട്ടി? അതെ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞൂട്ടോ. ആ ദുഷ്ടന്റെ കളി അവസാനിച്ചല്ലോ. നന്നായി. അല്ല, ഇതാണോ ആ കുട്ടി? പോലീസുകാർ പോലും പേടിക്കണ ആസുരനെ മുട്ടുകുത്തിച്ച മിടുക്കൻ. അതെ രാമു, ഇതാ ആള്. ജയദേവന്റെ സഹോദരിയുടെ മകനാ. ആണോ? കണ്ടതിൽ വലിയ സന്തോഷം. ആ, എങ്കിൽ നിങ്ങൾ ചെല്ല്. പരിപാടി തുടങ്ങാൻ സമയായി. പിന്നെ വാര്യരെ, നിങ്ങൾ വന്ന പ്രസിഡന്റിനെ കാണണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ആ ശരി, ഞാൻ കണ്ടോളാം രാമു. മക്കളെ, നിങ്ങൾ അവിടേക്ക് ചെല്ല്. ഞാൻ ദാ വരുന്നു. ശരി അമ്മാമ്മേ. അജമുഖ ദേവ നാദ സംഗമമേറ്റം
അതെ ചേട്ടാ, ചേട്ടനെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. ആരാ? അത് വാര്യരാൻ തോന്നുന്നു. അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ, ദാ വരുന്നു. എന്താ പ്രശ്നം? ആളുകൾ എന്താ അവിടേക്ക് ഓടണേ? ചേട്ടാ, അവിടെ എന്തോ അടി നടക്കുക. ഈശ്വര, കണ്ണേട്ടനെവിടെ? ഹോ, മോളെ, അമ്മാമ്മേ, കണ്ണേട്ടൻ. കണ്ണേട്ടാ, അഗ്നിയോട് ജയിക്കാൻ നീയൊന്നും ആയിട്ടില്ല. നിന്നെയൊക്കെ ഇവിടേക്ക് വിട്ടവനോട് ചെന്ന് പറഞ്ഞേക്ക്, ഇനി എന്റെ മുൻപിൽ അറിയാതെ പോലും വന്ന് പെടരുതെന്ന്. വന്ന ജീവൻ പോലും ഞാൻ ബാക്കി വെക്കില്ല. ഇതുറപ്പായിട്ടും ആ ദുഷ്ടന്റെ ആളുകളാ. അതെ അതെ, അവന് കിട്ടിയതൊന്നും പോരാൻ തോന്നുന്നു. ഈശ്വര, ആകെ പ്രശ്നമാണല്ലോ. മോള് വേഗം മോനെ കൂട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ആ ശരി അമ്മാമ്മേ. കണ്ണേട്ടാ, വാ നമുക്ക് പോവാം. ഇനി ഇവിടെ നിൽക്കണ്ട. വാ കണ്ണേട്ടാ. കണ്ണേട്ടൻ എന്താ ചെയ്തേ? എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ പോയേ? ഞാൻ എത്ര വട്ടം പറഞ്ഞു ഞാനല്ല പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. അവര് മനഃപൂർവ്വം കരുതി കൂട്ടിയതാ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അവരിനി അടങ്ങിയിരിക്കുമെന്ന് കണ്ണേട്ടന് തോന്നുന്നുണ്ടോ? എന്നിട്ട് അവരെ വെല്ലുവിളിച്ചിട്ട് വന്നിരിക്കുക. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ. എനിക്ക് ആകെ പേടിയാവണു. എനിക്കാരും പേടിയില്ല. വേണ്ട, ആരും പേടിക്കണ്ട. ബാക്കിയുള്ളവർക്കാണല്ലോ നെഞ്ചില് തീ. കണ്ണേട്ടൻ എല്ലാം തമാശയാ. കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയണില്ല. ഒന്നും പറ്റാണ്ടിരുന്നത് വലിയ ഭാഗ്യ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ തനിക്കെന്താ? പറവേദ, എനിക്കെന്തെങ്കിലും സംഭവിച്ചാ തനിക്കെന്താ പ്രശ്നം? അത് ഇല്ല, ഒരു പ്രശ്നമില്ല. ഇല്ലേ? ഈ കണ്ണുകളിലെ ആദ്യം ഭയം എനിക്ക് കാണാൻ കഴിയും പെണ്ണെ. ഈ കണ്ണുകളിലെ പ്രണയവും എനിക്ക് കാണാം. വേദ, I'm so much struggle with my emotions. Can't control the feelings. With your permission, can I take your everything to be mine? Because I love you madly. Let me complete you, Veda.
കണ്ണേട്ടാ, എന്താ വേദ? നമ്മുടെ കാര്യം വീട്ടിൽ പറയണ്ടേ? പറയണോ? വേണം. പറയാം, പക്ഷെ ഇപ്പൊ കഴിയില്ല. അതെന്താ? ഞാൻ ഉടനെ തന്നെ തിരികെ ദുബായിൽ പോവും. കൂടിപ്പോയാൽ ഒരു 1 വീക്ക്. തിരികെ വന്നിട്ട് എല്ലാവരോടും പറയാം. പക്ഷെ അതിനേക്കാൾ മുൻപ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്താ കണ്ണേട്ടാ? അത് ഞാൻ സമയമാകുമ്പോൾ പറയാം. അല്ലെങ്കിൽ താൻ അത് തന്നെ അറിഞ്ഞോളും. എന്തെങ്കിലും പ്രശ്നമാണോ? അതെ, ഒരു ചെറിയ പ്രശ്നമാണ്. പക്ഷേ നമ്മളെ അത് ബാധിക്കില്ല. അയ്യോ, സമയം ഇത്രയായോ? ഇനി എപ്പോഴാ ഉറങ്ങണേ എൻ്റെ ഈശ്വര? രാവിലെ പോവേണ്ടതാ. അതിനാരുറങ്ങുന്നു? നമുക്കിങ്ങനെ അങ്ങ് നേരം വെളുപ്പിക്കാം. മാറി കണ്ണേട്ടാ, ഇപ്പൊ തന്നെ ഞാൻ മടുത്തു. എനിക്ക് ഉറക്കം വരുന്നു. ഓ, എങ്കിൽ അതൊന്ന് കാണണമല്ലോ. കണ്ണേട്ടാ, മോളെന്തായി ഭക്ഷണം കഴിക്കാത്തത്? അതിപ്പോ ചൂട് പോയിട്ടുണ്ടാവും. എനിക്ക് വേണ്ട റാണിയമ്മേ, കഴിക്കാൻ തോന്നില്ല. ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഇരുന്നാ എങ്ങനെയാ ശരിയാവുന്നേ? ഇന്നൊരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഈ സമയത്ത് നല്ല പോലെ ഭക്ഷണം കഴിക്കണം. ഇനി ആശുപത്രിയിൽ പരിശോധിക്കാൻ പോകുമ്പോ ഡോക്ടർ എന്നെയാവും വഴക്ക് പറയാൻ പോകുന്നത്. എന്താ മോളെ, എന്തിനാ കരയുന്നേ? ഞാൻ കാരണം റാണിയമ്മ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ശപിക്കപ്പെട്ട ജന്മമാ കുട്ടി എൻ്റെ. ഈ ജന്മത്തില് ഈശ്വരൻ തന്ന ഭാഗ്യമാ നീ. ഒരിക്കലും നിങ്ങളൊരു ബാധ്യതയല്ല. ഈ റാണിയമ്മ ഉള്ളിടത്തോളം കാലം നിങ്ങളെ രണ്ടാളെയും ഞാൻ സംരക്ഷിക്കും. മോള് വിഷമിക്കണ്ട. മോളുടെ സങ്കടമൊക്കെ ഈശ്വരൻ കാണാതിരിക്കില്ല. മോളുടെ സ്നേഹം സത്യമാണെങ്കിൽ അയാള് മോളെ തേടി വരും. മോളെയും കുഞ്ഞിനെ സ്വീകരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അയാൾ മോളെ തേടി വരും. അമ്മാമ്മേ, പോയിട്ട് വരാട്ടോ. ശരി മോളെ, ചെന്നിട്ട് വിളിക്കണം കേട്ടോ. ഉറപ്പായിട്ടും വിളിക്കാം അമ്മാമ്മേ. വേദേച്ചി, ഇടയ്ക്കൊക്കെ വരില്ലേ ഇവിടേക്ക്? പിന്നെ വരാണ്ട് എന്റെ അമ്മൂനെ കാണാൻ ഞാൻ ഉറപ്പായിട്ടും വരും. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന്റെ നമ്പരാ. നിങ്ങൾ ഉറപ്പായിട്ടും ആളെ കോണ്ടാക്ട് ചെയ്യണം. ഞാൻ ആളെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് എത്രയും പെട്ടെന്ന് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. അയ്യോ മോനെ, അതൊന്നും വേണ്ടിയിരുന്നില്ല. അത് സാരമില്ല. മോളുടെ പഠിത്തം മുടക്കണ്ട. പണത്തിന്റെ ആവശ്യം വരുമ്പോ എന്നെയോ അമ്മാവനെ വിളിച്ചാൽ മതി. ഇതിനെങ്ങനെ നന്ദി പറയണോന്നറിയില്ല. ഈശ്വരനായിട്ടാ മോനെ ഇവിടേക്ക് അയച്ചത്. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദിയൊന്നും വേണ്ട. മോള് നന്നായി പഠിച്ചാൽ മതി. നന്നായി പഠിക്കണം കേട്ടോ. പഠിക്കാം ഏട്ടാ. വേദ, എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? പോവാൻ കണ്ണേട്ടാ. ആ, നിങ്ങൾ എത്തിയോ? എന്താ ഇത്ര വൈകിയേ? ഇറങ്ങാൻ ലേറ്റായി, അതാ മുത്തശ്ശി. പോയ കാര്യം എന്തായി കണ്ണാ? എല്ലാം ഓക്കെയാണ്. ആ വീട് തിരികെ മുത്തശ്ശിയുടെ ലച്ചുമോളുടെ കയ്യിൽ ഭദ്രമാണ്. ലച്ചു, ഞാനും മീരേച്ചിയും കാത്തിരിക്കുമായിരുന്നു നിങ്ങളെ. മോളില്ലാത്തോണ്ട് ഒരു രസവും ഉണ്ടായിരുന്നില്ല. അതെ, ആകെ ബോറടിച്ചു. അല്ല, ഇന്നലെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അമ്മൂട്ടിയെക്കുറിച്ച്? ഇന്നലെ അമ്മൂട്ടിയുടെ അരങ്ങേറ്റമായിരുന്നു അമ്പലത്തില്. അതുകൊണ്ട് ആൾക്കൊരേ നിർബന്ധം
നാളെ പോയാ മതിന്ന്. അങ്ങനെ നിൽക്കേണ്ടി വന്നു. അപ്പച്ചി, വല്യച്ഛനും അനന്തേട്ടനും ഒക്കെ എവിടെ? അനന്തൻ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ദേവേട്ടനും വേണുവേട്ടനും ഇന്ന് വൈകിട്ടേ വരുള്ളൂ. അല്ല ലച്ചു, മോളുടെ മുഖത്ത് ആകെ ഒരു ക്ഷീണമാണല്ലോ. എന്താ, ഉറങ്ങിയില്ലേ കുട്ടി? നീ ആകെ ഒരു വാട്ടമുണ്ടല്ലോ. അത് ഉറങ്ങിയല്ലോ വല്യമ്മേ. ക്ഷീണം മാത്രമല്ല, ദാ നോക്കേട്ടത്തി, ഈ മേലാകെ എന്തോ പാടുണ്ട്. കല്ലിച്ച് കിടക്കണുണ്ടല്ലോ. എന്തു പറ്റി മോളെ? അത് ഒരു കൊതു കുത്തിയതാ. കൊതുവോ? ആ അതെ അപ്പച്ചി, കൊതു കുത്തിയ തന്നെയാ. എന്നാലും ഇങ്ങനെ കുത്തുവോ? ദാ ഇവിടെയെല്ലാം ഉണ്ട്. അതൊരു വലിയ കൊതു കുത്തിയതാ വല്യമ്മേ. പിന്നെ അതിനും ജീവിക്കണ്ടേ? അത് വിശന്നപ്പോ കുത്തിയതാവും. അതിനും ഇല്ലേ വിശപ്പൊക്കെ? ഈ പാട് പോവാനുള്ള മരുന്നുണ്ട്, മോള് വാ. ശരി അപ്പച്ചി. അമ്മേ, ആ അസത്ത് വന്നിട്ടുണ്ട്. ഓ, വന്നോ നാശം? മാളുവിന്റെ റൂമിൽ ചെന്നപ്പോ കണ്ടതാ. ഞാൻ മിണ്ടാനൊന്നും പോയില്ല. ഇവിടെ ഇപ്പോ അവളെ എല്ലാവർക്കും കാര്യാ. അങ്ങനെയുള്ളപ്പോ അവളെ എങ്ങനെ നമ്മൾ പുറത്താക്കും? നീ പേടിക്കണ്ട മാലിനി. അധികം താമസമില്ലാണ്ട് നമ്മൾ അവളെ ഇവിടെ നിന്ന് പായിക്കും. അവളുടെ ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. എന്ത് പറയാൻ അമ്മേ, ഇങ്ങനെ ഒരു അസുര ജന്മം. നമ്മളുടെ മീരമോളെയും പറഞ്ഞ് വശത്താക്കി വെച്ചിരിക്കുക അവള്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അഭി നാളെ വരില്ലേ? അവൻ കൂടി വന്നിട്ട് കാര്യങ്ങൾ എളുപ്പമാക്കാം. ഇരു ചെവി അറിയാണ്ട് അവനെല്ലാം ചെയ്തോളും. അബിയുടെ കയ്യിൽ പെട്ടാ പിന്നെ സിംഹത്തിന്റെ മടയിൽ ചെന്ന് പെടണ പോലെയാ. അവളെ ബാക്കി കിട്ടില്ല. അതിനുവേണ്ടി തന്നെയാ മാലിനി അവൻ വരണത്. എല്ലാം നമ്മുടെ പ്ലാൻ പോലെ നടക്കും. ആ പിഴച്ചവളെ ഈ പടിക്ക് പുറത്താക്കും ഞാൻ. അച്ഛാ, നിങ്ങളെപ്പോ എത്തി? ഞങ്ങൾ കുറച്ചു മുന്നേ വന്നതേ ഉള്ളൂ. അല്ല, അനന്തൻ എവിടെ? ഏട്ടൻ റൂമിലുണ്ട്. കണ്ണ, എന്തെങ്കിലും പറ്റിയിരുന്നോ? ഞാനും കൂടി വരേണ്ടതായിരുന്നു ഇല്ലേ? ഏയ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും നീ കണക്കിന് പെരുമാറിയത് നന്നായി. ഇനി ഈ ചതി അവർ ആവർത്തിക്കില്ല. അവരിപ്പോ പോലീസ് കസ്റ്റഡിയിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അമ്പലത്തിൽ മദ്യപിച്ച് വന്ന് ബഹളം ഉണ്ടാക്കിയെന്ന പേരിലാ നാട്ടുകാർ കേസ് കൊടുത്തത്. ഇനി കുറച്ചു നാൾ അകത്ത് കിടക്കട്ടെ. ആ കണ്ണ, നിങ്ങളെ കുറച്ചു നാള് ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? വേറെ എവിടേക്കും പോവില്ലല്ലോ? ഏയ് ഇല്ല മാവ, എൻഗേജ്മെന്റ് വരെ ഇവിടെ ഉണ്ടാവും. ആ നന്നായി. നിശ്ചയ ദിവസം ഇങ്ങ് അടുത്തു. ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും. നാളെ തൊട്ട് പണിക്കാർ കൂടി വരിക. പന്തലിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? കുറച്ചു ദിവസം തിരക്കുണ്ടെങ്കിലും അതങ്ങ് മാറ്റിവെക്കുക. ഇവിടെ ഇപ്പൊ നോക്കി നടത്താൻ ഞങ്ങളെ കൊണ്ട് മാത്രം കഴിയില്ല. നിങ്ങളും വേണം. പിന്നെ മാലിനി പറയണ കേട്ടു, നാളെ അഭി വരുമെന്ന്. കാര്യം തരികടയാണെങ്കിലും സഹായിയാണ്. അവനെയും കൂടി നിങ്ങളുടെ കൂടെ കൂട്ടിക്കോളൂ. ഇവിടെ ആരും അവനെ മാറ്റി നിർത്തിയെന്ന് പരാതി പറയില്ലല്ലോ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ നമുക്കപ്പം നോക്കാം. ശരി. കണ്ണ, നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉണ്ട്. പക്ഷെ ഇപ്പൊ അല്ല, സമയമാവട്ടെ, അപ്പൊ പറയാം. ആരാ? ഡി